ET മലയാളത്തിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ നമുക്ക് സ്വർണത്തിന്റെ ചില പ്രധാന അപ്ഡേറ്റ്സ് മനസ്സിലാക്കാം. വരുന്ന ഫെബ്രുവരി 1-ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് സ്വർണത്തിലേക്കാണ്. സ്വർണത്തിന് വില കുറയുമോ അതോ കൂടുമോ എന്നും നമുക്ക് വാങ്ങാൻ പറ്റുന്ന വിലയിലേക്ക് എന്ന് വരുമെന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. നിലവിലെ അവസ്ഥ നോക്കിയാൽ സ്വർണ്ണവില റോക്കറ്റ് പോലെയാണ് കുതിക്കുന്നത്. കേരളത്തിൽ 1 പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഇന്ന് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നൽകണം. അതായത് 22 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് ഏകദേശം 14,540 രൂപയാണ് ഇന്നത്തെ വില. 1 പവന് ഇത് 1,16,320 രൂപയോളം വരും. ഇതിന് പുറമെ പണിക്കൂലിയും GSTയും കൂടി ചേരുമ്പോൾ സാധാരണക്കാരന്റെ കൈ പൊള്ളുന്ന അവസ്ഥയാണ്. ലോക വിപണിയിലെ മാറ്റങ്ങളാണ് സ്വർണ്ണവിലയുടെ കുതിപ്പിന് കാരണമെന്ന് നമുക്കറിയാം. അമേരിക്കയിലെ പലിശ നിരക്കിലെ മാറ്റങ്ങളും യുദ്ധം പോലുള്ള സാഹചര്യങ്ങളും സ്വർണത്തിന്റെ ഡിമാൻഡ് കൂട്ടി. സുരക്ഷിതമായ ഒരു സമ്പാദ്യം എന്ന നിലയിൽ വലിയ നിക്ഷേപകർ പണം സ്വർണത്തിലേക്ക് മാറ്റുകയാണ്. ഇത് അന്താരാഷ്ട്ര വിപണിയിൽ ഔൺസിന് $5,000 അടുത്തെത്താൻ കാരണമായിട്ടുണ്ട്. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ബജറ്റിലേക്ക് വരാം. കഴിഞ്ഞ 2024 ജൂലൈയിൽ സർക്കാർ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ 15% നിന്നും 6% കുറച്ചിരുന്നു. അന്ന് കുറച്ചു കാലത്തേക്ക് വിലയിൽ കുറവ് വന്നെങ്കിലും പിന്നീട് വില കുതിച്ചുയർന്നു. ഇപ്പോൾ സ്വർണ്ണ വ്യാപാരികൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഈ ഇറക്കുമതി തീരുവ 6% നിന്ന് 3% കുറയ്ക്കണമെന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ സ്വർണ്ണവിലയിൽ ഗ്രാമിന് 300 മുതൽ 500 രൂപ വരെ കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ GSTയുടെ കാര്യത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. നിലവിൽ സ്വർണത്തിന് 3% GST. ഇത് 1.5% കുറയ്ക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. പക്ഷെ സർക്കാർ ഇതിന് സമ്മതിക്കുമോ എന്ന് കണ്ടറിയണം. കാരണം സ്വർണ്ണ ഇറക്കുമതി കൂടുമ്പോൾ അത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നികുതി കുറയ്ക്കുന്ന കാര്യത്തിൽ സർക്കാർ വളരെ സൂക്ഷിച്ച് തീരുമാനമെടുക്കും. ബജറ്റിന് മുന്നോടിയായി നിങ്ങൾ സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ വില വളരെ കൂടുതലായതിനാൽ വലിയ അളവിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് ഒഴിവാക്കാം. പകരം നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ വില കൃത്യമായി ശ്രദ്ധിക്കുക. ബജറ്റ് പ്രഖ്യാപനം വരുന്നത് വരെ ഒന്ന് കാത്തിരിക്കുന്നത് നല്ലതാണ്. നികുതി കുറഞ്ഞാൽ നമുക്ക് ലാഭത്തിൽ സ്വർണം വാങ്ങാൻ കഴിഞ്ഞേക്കും. സ്വർണം ഒരു ആഭരണമായി മാത്രമല്ല ഒരു സമ്പാദ്യമായി കാണുന്നവരാണ് നമ്മൾ മലയാളികൾ. അതുകൊണ്ട് തന്നെ ബജറ്റിലെ ഓരോ മാറ്റവും നമ്മുടെ പോക്കറ്റിനെ ബാധിക്കും. ഫെബ്രുവരി 1-ന് ബജറ്റ് വരുമ്പോൾ കൃത്യമായ വിവരങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നതാണ്. അന്ന് മാർക്കറ്റ് തുറന്നിരിക്കുമെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഓഹരി വിപണിയും സ്വർണ്ണ വിപണിയും ബജറ്റിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. സ്വർണത്തിലോ മറ്റോ പണം ഇടുന്നതിന് മുൻപ് കൃത്യമായി പഠിക്കുകയോ സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്യാൻ മറക്കരുത്.